നമസ്കാരം. വോട്ട് മോഷ്ടിച്ചാണ് ബി.ജെ.പി. അധികാരത്തിൽ തുടരുന്നതെന്ന വാദവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ യുവാക്കൾ വോട്ട് മോഷണത്തിനെതിരെയാണ് പോരാട്ടം നടത്തേണ്ടതെന്നും ജോലിക്ക് വേണ്ടി മാത്രമല്ല പോരാട്ടം നടത്തേണ്ടതെന്നും രാഹുൽ ഗാന്ധി പരാമർശിക്കുന്നു. തിരഞ്ഞെടുപ്പുകൾ മോഷ്ടിക്കപ്പെടുന്നിടത്തോളം തൊഴിലില്ലായ്മയും അഴിമതിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജോലി തേടി പ്രതിഷേധിക്കുന്ന യുവാക്കളെ ലാത്തി ചാർജ് ചെയ്യുന്നതിന്റെയും മോദി മയിലുകൾക്ക് ഭക്ഷണം നൽകുന്നതിന്റെയും വീഡിയോ എക്സിൽ പങ്കുവച്ചുകൊണ്ടാണ് രാഹുലിന്റെ പരാമർശം. സ്വന്തം PR പ്രവർത്തികളിൽ മാത്രം തിരക്കിലുള്ള പ്രധാനമന്ത്രി സെലിബ്രിറ്റികളെയും ശതകോടീശ്വരന്മാരെയും പ്രശംസിക്കുകയാണ്. യുവാക്കളുടെ പ്രതീക്ഷകൾ തകർക്കുകയും അവരെ നിരാകരിക്കുകയും ചെയ്യുന്നത് ഈ സർക്കാരിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു എന്നും രാഹുൽ പറയുന്നു. യുവാക്കൾക്ക് തൊഴിലും അവസരങ്ങളും നൽകുക എന്നതാണ് ഏതൊരു സർക്കാരിന്റെയും പ്രധാന കടമയെന്നും എന്നാൽ ബി.ജെ.പി. തെരഞ്ഞെടുപ്പുകളിൽ സത്യസന്ധമായി വിജയിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർക്കുന്നു. ഇപ്പോൾ തൊഴിലില്ലായ്മ 45 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണുള്ളത്. അതുകൊണ്ടാണ് തൊഴിലവസരങ്ങൾ കുറയുന്നതും നിയമന പ്രക്രിയകൾ തകർന്നതും. അതുകൊണ്ട് തന്നെ യുവാക്കളുടെ ഭാവി ഇരുട്ടിലേക്ക് തള്ളിവിടുകയാണെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. ഓരോ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയും ഓരോ നിയമനവും അഴിമതിയാൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മയിൽ നിന്നും വോട്ട് മോഷണത്തിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കുക എന്നതാണ് രാജ്യത്തോട് കാണിക്കുന്നതിനുള്ള ഏറ്റവും വലിയ സ്നേഹമെന്നും രാഹുൽ കുറിച്ചു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച